إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികൾ, സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും, രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരമകാരുണികനായ റബ്ബ് യഥാർത്ഥ വിശ്വാസികളായി തഖ്വയും ഇഖ്ലാസും ഈമാനും ഇസ്ലാമും ഒക്കെ കാത്തു സൂക്ഷിച്ച് റബ്ബിന് തൃപ്തികരമായ ജീവിതം നയിക്കുന്ന ആളുകളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ റബ്ബിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങൾ, പ്രപഞ്ച സൃഷ്ടാവിൽ നിന്നുള്ള സവിശേഷമായ ചില സാക്ഷ്യപത്രങ്ങൾ, അംഗീകാരങ്ങൾ കിട്ടിയ ഒരു സമൂഹമാണ്, അതിലെ അംഗങ്ങളാണ് നമ്മൾ. പരിശുദ്ധ ഖുർആനിൽ പല ഭാഗങ്ങളിലായി ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്ന ചില കാര്യങ്ങൾ കാണാം. അതിലൊന്ന് കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും മികച്ച സമൂഹം എന്നതാണ്. മറ്റൊന്ന് അല്ലാഹു തആല പറഞ്ഞു, ഫകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത, നിങ്ങളൊരു മധ്യമ സമൂഹം. മധ്യമ സമൂഹം എന്നാൽ വിശ്വാസരംഗത്ത്, കർമ്മമേഖലകളിൽ, സ്വഭാവത്തിൽ, ഇടപാടുകളിലെല്ലാം മധ്യമായ നിലപാട് സ്വീകരിച്ചവർ. ഒരു ക്വാളിറ്റിയുമില്ലാതെ തീരെ താഴേക്ക് പോകുന്ന അവസ്ഥയിലും അല്ല, നിശ്ചയിക്കപ്പെട്ട അതിരുകളെല്ലാം ലംഘിച്ച് ഒരു എക്സ്ട്രീം ലെവൽ എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്ക് പോകുന്ന, പരിധി വിട്ടു പോകുന്ന ആളുകളുമല്ല. ഇത് രണ്ടിനുമിടയിൽ നീതിയുക്തമായ
മധ്യമമായ നിലപാട് സ്വീകരിച്ച ആളുകൾ. അതാണ് ഉമ്മത്തൻ വസത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, ഹുവ ഇജ്തബാക്കും, അവൻ നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ട്, പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ. അങ്ങനെ ഒരു പരിഗണന അർഹിക്കുന്ന സമൂഹമാണ് ഇത് എന്നതും കാണാം. മറ്റൊന്ന് ഉമ്മത്തുൻ യദ്ഊനനാ ബിഖൈർ യദ്ഊന ബിഅംരിനാ, ഉമ്മത്തുൻ യദ്ഊന ബിഅംരിനാ, നാം കൽപ്പിച്ചതുപോലെ, നമ്മൾ ആജ്ഞാപിച്ചതുപോലെ ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാണ് നിങ്ങൾ. ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത്. ഇതുപോലെ ഈ ഒരു ഉമ്മത്തിനെ അല്ലാഹു തആല വിശേഷപ്പെടുത്തിയ മറ്റുള്ള ആളുകളിൽ നിന്നും വിശ്വാസി സമൂഹത്തെ വേർതിരിച്ച് കാണിക്കുന്ന ചില നിലപാടുകളെ സംബന്ധിച്ച്, അവർക്കുള്ള ചില സവിശേഷതകളെക്കുറിച്ച് അല്ലാഹു തആല പ്രത്യേകം പരാമർശിക്കുന്നത് കാണാം. ഈ രൂപത്തിലുള്ള കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചതിന് ശേഷം അല്ലാഹു അതിനോട് ചേർത്ത് പറഞ്ഞ മറ്റൊന്ന്, കൂനു റബ്ബാനിയീൻ ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്റുസൂൻ. കൂനു റബ്ബാനിയീൻ, നിങ്ങൾ റബ്ബാനിയകളായി തീരണം. ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വതദ്റുസൂനഹു, വേദഗ്രന്ഥം പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്ന സവിശേഷതയുള്ളതിനാൽ നിങ്ങൾ റബ്ബാനിയ് എന്ന സവിശേഷതയുള്ളവരായിരിക്കണം എന്ന് അല്ലാഹു ആവശ്യപ്പെടുക. അതൊരു ആഹ്വാനമാണ്. നമ്മൾ ഓരോരുത്തരും ആയിത്തീരേണ്ടത് എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് അല്ലാഹു തആല പറഞ്ഞത്, കൂനു റബ്ബാനിയീൻ. ഉലമാക്കൾ പറയാറുണ്ട്, കൂനു റബ്ബാനിയീൻ, കുൻ റബ്ബാനിയൻ വലാ തകുൻ റമളാനിയൻ. നിങ്ങൾ റബ്ബാനിയകളാവുക, റമളാനിയകളാവാതിരിക്കുക. എന്ന് പറഞ്ഞാൽ റമളാൻ വരുന്ന സമയം മാത്രം ജീവിതത്തിലെ നന്മകൾക്ക്, മൂല്യങ്ങൾക്ക്, നല്ല സ്വഭാവത്തിനൊക്കെ സാക്ഷിയാകുന്ന, ആ ഒരു സീസണിൽ മാത്രം ജീവിതത്തെ നന്നാക്കുന്ന, അത് കഴിഞ്ഞു പോയാൽ വീണ്ടും യൂട്ടേൺ എടുത്ത് പഴയ വഴിയിലേക്ക് തന്നെ എക്സിറ്റ് എടുത്ത് പോകുന്ന ആളുകൾ, അത്തരം ആളുകളായി തീരരുത്. വലാ തക്കുൻ റമളാനിയ, അങ്ങനെ ഒരു റമളാൻ സ്പെഷ്യൽ ആവരുത് എന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടെ പറഞ്ഞൊരു വാക്ക് കുൻ റബ്ബാനിയൻ, നീ റബ്ബാനിയാവണമെന്നതാണ്. ഇവിടെ അല്ലാഹു തആല സൂചിപ്പിച്ചത് കൂനു റബ്ബാനിയീൻ, നിങ്ങൾ ഓരോരുത്തരും റബ്ബാനിയകളായി തീരണം. എന്താണ് റബ്ബാനിയ എന്ന് പറഞ്ഞാൽ? നമ്മളിൽ നിന്നും അല്ലാഹു ആഗ്രഹിക്കുന്നൊരു നിലപാടതാണ്. നാം ഓരോരുത്തരും എത്തിപ്പിടിക്കാൻ ശ്രമിക്കേണ്ട ചില സ്വഭാവ സവിശേഷതകളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ച് എമ്പാടും വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊരു ഹദീസ് ഇങ്ങനെയാണ്, നമുക്കെല്ലാം സുപരിചിതമായ ദീർഘമായ ഒരു ഹദീസിൻ്റെ ചെറിയൊരു ഭാഗം. അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലാഹു ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ, അല്ലാഹു ആഗ്രഹിക്കുന്ന ഒരു നന്മ ഒരാളിൽ ഉണ്ടായിത്തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്നുണ്ട്. കുൻതു സമഉഹു അല്ലദീ യസ്മഉ ബിഹി. ഖുദ്സിയായ ഹദീസാണ്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയുന്ന അതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. മറ്റുള്ള ഹദീസുകളെ സംബന്ധിച്ച് ആശയം അല്ലാഹുവിൻ്റേതും വാക്കുകൾ പ്രവാചകൻ്റേതുമാണ്. എന്നാൽ ഖുദ്സിയായ ഹദീസിൽ നേരെ തിരിച്ചാണ്. അല്ലാഹു പറയുന്ന അതേ വാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. ഇവിടെ അല്ലാഹു പറഞ്ഞു, കുൻതു, ഞാനായിത്തീരും. സമഉഹു, ആ മനുഷ്യൻ്റെ കേൾവി ഞാനായിത്തീരും. അല്ലദീ യസ്മഉ ബിഹി, അവൻ്റെ കേൾവി, അവൻ കേൾക്കാൻ ഉപയോഗിക്കുന്ന അവൻ്റെ കാത്, അത് ഞാനായിത്തീരും. വബസറുഹു അല്ലദീ യബ്സുറു ബിഹി, അവൻ കാണുന്ന കാഴ്ച, അത് ഞാനായി മാറും.
അതുപോലെ തന്നെ വയദഹുല്ലതി യബ്തിഷു ബിഹാ വരിജ്ലഹുല്ലതി യംശി ബിഹാ, അവൻ നടക്കുന്ന കാല്, പ്രവർത്തിക്കുന്ന കരങ്ങൾ, ഇതൊക്കെ ഞാനായിത്തീരും. ഹദീസിനെ ഉമ്മത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില ആളുകളെങ്കിലും ദുർവ്യാഖ്യാനം ചെയ്ത ഒരു ഹദീസ് കൂടി യഥാഭാഗത്തേക്ക് പോകുന്നില്ല. ഈ ഹദീസിൻ്റെ ആശയം ഇതാണ്: അള്ളാഹു തൃപ്തിപ്പെടുന്ന കാഴ്ചകൾ മാത്രം കാണുന്ന കണ്ണ് എപ്പോഴാണോ നമുക്കുണ്ടാകുന്നത്, അതാണ് അള്ളാഹു തആല ഉദ്ദേശിച്ചത്. അള്ളാഹു തൃപ്തിപ്പെടുന്ന കേൾവി എപ്പോഴാണോ നമുക്കുണ്ടായിത്തീരുന്നത്, അവിടെയാണ് ഈ ഒരു യോഗ്യത നമ്മളിൽ ഉണ്ടായിത്തീരുക. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങളാവണം. നാം നടക്കുന്ന നമ്മുടെ ലക്ഷ്യസ്ഥാനങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ടവയായിരിക്കണം. ആ ഒരു സവിശേഷതയിലുള്ള ആളുകളെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു. അവരാണ് അള്ളാഹുവിൻ്റെ അഹിബ്ബാ, അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവർ എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇതാണ് റബ്ബാനി എന്ന് പറഞ്ഞാൽ. കൂനൂ റബ്ബാനിയീൻ, നിങ്ങൾ റബ്ബാനിയകളായി തീരണം, റബ്ബിൻ്റെ ആളുകളായി തീരണമെന്ന് പറഞ്ഞാൽ ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സംസാരവും കാഴ്ചയും കേൾവിയും പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഇടപാടുകളും ഒക്കെ റബ്ബ് തൃപ്തിപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുക. അവിടെ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്കുണ്ടാകും. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളിൽ നമുക്കുണ്ടാകാൻ സാധിക്കും, ഉൾപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റമളാനിനെ കാത്തിരിക്കുകയാണ് നാം ഓരോരുത്തരും. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം. അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മൾ റമളാനിലായിരിക്കും. ആ ഒരു പവിത്രമായ അവസരത്തെ കാത്തിരിക്കുമ്പോൾ അതിലേക്ക് കുറേ പ്ലാനുകളൊക്കെ ഒരുക്കി വെച്ച് നാം തയ്യാറായി നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, റമളാനിൽ നമുക്ക് ചില നല്ല നല്ല ആഗ്രഹങ്ങൾ വേണം. റമളാൻ ആഗതമായി കഴിഞ്ഞാൽ ചെയ്തു കൂട്ടേണ്ട നന്മകളെക്കുറിച്ച് കുറേ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. ആത്മാർത്ഥമായ ആഗ്രഹങ്ങൾ, കേവലം ചില ധാരണകളല്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു എനിക്ക് ആയുസ് നീട്ടിത്തന്നാൽ, റമളാനിലേക്കൊരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില നന്മകളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണകൾ ഉണ്ടാവണം. കാരണം അതുപോലും പുണ്യമാണ്. നന്മകളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾക്ക് പോലും പുണ്യമുണ്ട് എന്ന് പഠിപ്പിച്ച ഒരു ആദർശത്തിൻ്റെ വക്താക്കളാണ് നമ്മൾ. നന്മ ആഗ്രഹിച്ചാൽ തന്നെ പുണ്യമാണത് ചെയ്യണമെന്നില്ല. ആ ആഗ്രഹം ആത്മാർത്ഥമായിരിക്കണമെന്നുള്ളതാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ഹദീസുകളിൽ കാണാം, മൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ കുതിബത് ലഹു ഹസന. ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ വിചാരിച്ചിട്ടേ ഉള്ളൂ, ഇന്ന് ഇന്ന നന്മ ചെയ്യണം, റമളാൻ കടന്നു വന്നാൽ ഇന്ന ഇന്ന നന്മകൾ ചെയ്യണം, വിചാരം മാത്രമാണ്, ആത്മാർത്ഥമാണത്. ആ ഒരു വിചാരത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, ഫലം യഅമൽഹാ, അവനത് ചെയ്തിട്ടില്ല എങ്കിൽ പോലും കുതിബത് ലഹു ഹസനതൻ, ആ വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവനൊരു നന്മ രേഖപ്പെടുത്തപ്പെടുന്നു എന്നാണ്. നമുക്കെത്രയോ നന്മകൾ ആ രൂപത്തിൽ നമ്മുടെയൊക്കെ നന്മയുടെ അക്കൗണ്ടുകളിൽ വരവ് വയ്ക്കാൻ സാധിക്കുമെന്നുള്ളത് പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. നന്മകൾക്ക് ഉള്ള ചിന്തകൾക്ക് പോലും പുണ്യമുണ്ട്. നന്മ നിറഞ്ഞ ചിന്തകൾക്ക് പോലും അള്ളാഹു കൂലി തരുന്നു എന്നാണ് ഈ ഹദീസ് വ്യക്തമാക്കി തരുന്നത്. വമൻ ഹമ്മ ബിഹസനത്തിൻ ഫഅമിലഹാ, ഹദീസിന്റെ ബാക്കി ഇങ്ങനെയാണ്. ഇനി ആ വിചാരിച്ച നന്മ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ, വിചാരിക്കുകയും ചെയ്തു, അത് അവസരം കിട്ടിയപ്പോൾ ചെയ്യുകയും ചെയ്തു എങ്കിൽ കുതിബത് ലഹു അശറൻ ഇലാ 700 ളിഅഫിൻ, 10 മുതൽ 70 കടന്ന് 700 കടന്നതിനപ്പുറത്തേക്ക് പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തുന്ന പ്രവർത്തനമായിട്ടാണ് അല്ലാഹു തആല അത് വരവ് വയ്ക്കുക എന്നുള്ളതാണ്. എത്രമാത്രം വലിയ മഹത്തായ ഒരു ഔദാര്യമാണ് ഈ ഉമ്മത്തിന് അല്ലാഹു തആല നൽകിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമുക്ക് ഓരോരുത്തർക്കും നേടിയെടുക്കാൻ പറ്റിയ കാര്യമാണ്. മറ്റുള്ള പല പ്രവാചകന്മാർക്കും അവരുടെ സമൂഹത്തിനും ഒന്നും കിട്ടാതെ പോയ ചില അംഗീകാരങ്ങളും അനുഗ്രഹങ്ങളുമാണിത്. ഇത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ. നമ്മുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, നന്മകളെക്കുറിച്ചുള്ള ചില ചിന്തകൾ,
ഈ രംഗത്തുണ്ടാവണമെന്ന് പ്രേരിപ്പിക്കുന്നൊരു ഹദീസാണിത്. ആ ഹദീസിൻ്റെ അവസാന ഭാഗം അള്ളാഹുവിൻ്റെ കരുണയുടെ വിശാലതയെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വമൻ ഹമ്മ ബിസയ്യിഅത്തിൻ, ആരെങ്കിലും ഒരു ചീത്ത കാര്യത്തെക്കുറിച്ച് വിചാരിച്ചു, ഒരു തിന്മ ചെയ്യണമെന്ന് വിചാരിച്ചു, ആ വിചാരം അവൻ്റെ മനസ്സിലുണ്ട്, ഒരവസരം കിട്ടിയാൽ ഇന്ന തിന്മ ചെയ്യണം. പക്ഷേ ആ തിന്മയെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ട് അവൻ അവസരം എത്തിയപ്പോൾ ആ തിന്മയിൽ നിന്നും പിന്മാറുകയാണ്. അവിടെ അല്ലാഹു റസൂൽ പറഞ്ഞു, കുത്തിബത് ലഹു ഹസന, ഒരു തിന്മ വിചാരിച്ചിട്ട് ആ തിന്മ ചെയ്യാതെ അവൻ അതിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞാൽ അതിൽ അവൻ രേഖപ്പെടുത്തുന്നത് ഒരു നന്മയാണ്. ഒരു തിന്മ വിചാരിച്ചിട്ട് അത് ചെയ്യാതെ പോയാൽ അതിൻ്റെ പേരിലും നന്മയുണ്ട് എന്നുള്ളതാണ്. ഇനി ആ തിന്മ ചെയ്താലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവൻ ആ തിന്മ ചെയ്തു കഴിഞ്ഞാൽ വഇൻ അമിലഹാ കുതിബത് സയ്യിഅ, ആ തിന്മ അവൻ ചെയ്താൽ അതിൻ്റെ പേരിൽ അവൻ രേഖപ്പെടുത്തപ്പെടുന്നത് ഒരു തിന്മയുടെ മാത്രം തിക്തഫലത്തെക്കുറിച്ചാണ്. ഒരു തിന്മ അവൻ ചെയ്താൽ ഒരു തിന്മ ചെയ്തതിൻ്റെ പ്രതിഫലം എന്തോ, ശിക്ഷ എന്തോ, അത് മാത്രമേ അവന് രേഖപ്പെടുത്തപ്പെടുന്നുള്ളൂ. നന്മയുടെ കാര്യത്തിൽ ഇരട്ടിപ്പുകൾ വന്നതുപോലെ 70ഉം 700ഉം ഒക്കെയായി മാറിയതുപോലെ തിന്മയുടെ കാര്യത്തിൽ അല്ലാഹു തആല ആ രൂപത്തിൽ വച്ചിട്ടില്ല എന്നാണ് ഈ ഹദീസ് പഠിപ്പിച്ചത്. അത്രത്തോളം ആനുകൂല്യങ്ങൾ വാരിക്കോരി ലഭിച്ചിട്ടുള്ള ഒരു ഉമ്മത്തിൻ്റെ ആളുകളാണ് നമ്മൾ. ആ ഒരു സവിശേഷതയെ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ് മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ റമളാനിൻ്റെ തുടക്ക സമയത്തൊക്കെ സഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയ ഹദീസുകളൊക്കെ ആ രൂപത്തിലുള്ളതാണ്. പ്രതീക്ഷകളോടുകൂടി മുന്നേറാൻ, നന്മകൾ ചെയ്യണമെന്നുള്ള വിചാരത്തോടുകൂടി റമളാനിനെ സമീപിക്കാൻ, കിട്ടുന്ന അവസരങ്ങളെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താനുള്ള ഒരാഹ്വാനമാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുള്ളത്. ഓരോ കർമ്മവും മനുഷ്യനെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് പല സമയങ്ങളിലായി അല്ലാഹു തആല ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും നിർവഹിക്കപ്പെടുന്ന നമസ്കാരങ്ങൾ, അതിലൂടെ മനുഷ്യന് പാപപരിശുദ്ധി രേഖപ്പെടുത്തപ്പെടുന്നു. അവൻ്റെ സ്വഭാവ സംസ്കരണം നടക്കുന്നു. അതിലൂടെ അവൻ്റെ വ്യക്തിപരമായ ജീവിതം നന്നാക്കിയെടുക്കുന്നു. ഇതോരോ ദിവസവും നടക്കുന്നുണ്ട്. ദൈനംദിനമുള്ള പ്രവർത്തനങ്ങളിലൂടെ അത് നിർവഹിക്കപ്പെടുന്നു. ആഴ്ചകളിൽ നിർവഹിക്കപ്പെടേണ്ട സുന്നത്ത് നോമ്പുകളിലൂടെ നിർവഹിക്കുന്നു. ഓരോ മാസവും നിർവഹിക്കുന്ന അയ്യാമുൽ ബീൽ എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്ത് നോമ്പുകളിലൂടെ നിർവഹിക്കപ്പെടുന്നതും ഇതേ കർത്തവ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജീവിതത്തിൽ വന്നു പോകുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ വലിയൊരു സർവീസ്, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വാഹനം, അതിനിടക്കാലത്ത് വരുന്ന ചില പ്രശ്നങ്ങൾ, അല്ല ദൈനംദിന ജീവിതത്തിൽ ദിവസേന ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദിവസം അടിക്കേണ്ട പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ, ഇടയ്ക്കിടയ്ക്ക് മാറേണ്ട ഓയിൽ, പിന്നെ ഇടയ്ക്ക് വരുന്ന അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കൽ, ഇതെല്ലാം കഴിഞ്ഞ് മിക്കവാറും വർഷത്തിൽ പല വാഹനങ്ങളും നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ വലിയൊരു സർവീസ് ഉണ്ട്. അതിൻ്റെ എല്ലാ ഭാഗവും ക്ലിയർ ചെയ്ത് വണ്ടി മൊത്തത്തിൽ പെയിൻ്റ് അടിച്ച് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് മുമ്പിൽ കൊണ്ടുപോയി അത് വച്ചുകൊടുത്ത് അതിൻ്റെ ഓരോ ഭാഗങ്ങളും പരിശോധന നടത്തി അതിൻ്റെ ഒരു അംഗീകാര സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നൊരവസ്ഥ നമ്മളതിൽ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് റമളാനിൽ നടക്കുന്നത്. ഓരോ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളെ, തെറ്റുകുറ്റങ്ങളെ, പോരായ്മകളെ ദൈനംദിന ജീവിതത്തിലൂടെയും ആഴ്ചയിലുള്ള പ്രവർത്തനങ്ങളിലൂടെയും മാസാന്തമുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം ഒരു വാർഷിക കണക്കെടുപ്പ് എന്ന് പറയാവുന്ന ഒരു പരിശോധനയാണ് റമളാൻ എന്ന് പറയുന്നത്. മനുഷ്യനെ മൊത്തത്തിൽ ഒന്ന് ഉടച്ചു വാർക്കാൻ, അവൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊരു പരിശോധന നടത്താൻ, അവൻ്റെ കർമ്മങ്ങളെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചും ഒരു വീണ്ടും വിചാരമുണ്ടാകാനുള്ള അവസരമാണ് പ്രിയമുള്ളവരെ റമളാൻ എന്ന് പറയുന്നത്. ആ റമളാനിൽ നാം ഓരോരുത്തരും കൃത്യമായി അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നത് ഉറപ്പുവരുത്തേണ്ടവർ നമ്മൾ ഓരോരുത്തരുമാണ്. കൃത്യമായി അതിന് സാധ്യമാകുന്ന ഒരവസരമായിട്ട് നമ്മളതിനെ ഉപയോഗപ്പെടുത്തണം. റമളാനിന് വ്യത്യസ്തമായ പേരുകൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് കാണാം. വ്യത്യസ്തമായ പേരുകൾ ഈ ഒരു മാസത്തിൻ്റെ മഹത്വത്തെ കുറിക്കുന്ന,
അതിൻ്റെ ശ്രേഷ്ഠതയെ അറിയിച്ചു തരുന്ന, അതിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പല പേരുകളും കാണാം. അതിലൊരു പേര് ഷഹറുൽ മുവാസാത്ത് എന്നുള്ളതാണ്. മുവാസാത്ത് എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി എന്നുള്ളതാണ്. സഹാനുഭൂതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചുറ്റുപാടുമുള്ള ആളുകൾ, നമ്മളോട് ബന്ധപ്പെട്ട് കഴിയുന്ന അനേകം ജീവജാലങ്ങളും മനുഷ്യരും ഒക്കെ പെടുന്നതാണിത്. അവരോട് ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അവൻ കാത്തു സൂക്ഷിക്കേണ്ട, അവൻ്റെ ജീവിതത്തിൽ അവൻ നിലനിർത്തേണ്ട ചില സമീപനങ്ങൾ, ഓരോ ആരാധനാ കർമ്മങ്ങളിലൂടെയും വിശ്വാസിക്ക് അല്ലാഹു തആല ആത്മീയമായ പുരോഗതിക്കൊപ്പം ചില ഭൗതികമായ നേട്ടങ്ങളും ഗിഫ്റ്റായിട്ട് തരുന്നുണ്ട്. അതൊരു സമ്മാനമാണ്. അതൊരിക്കലും ലക്ഷ്യമാക്കാൻ പാടില്ല എന്നതാണ് അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്. ലക്ഷ്യം റബ്ബിൻ്റെ തൃപ്തിയായിരിക്കണം. നാം അനുഷ്ഠിക്കുന്ന ഏത് കർമ്മത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം പടച്ച റബ്ബിൻ്റെ പൊരുത്തവും തൃപ്തിയും വജുഹും മാത്രമായിരിക്കണം. അതിലേക്ക് ഭൗതികമായ ഒരു താല്പര്യങ്ങളെയും കൂട്ടിക്കെട്ടാൻ പാടുള്ളതല്ല. എന്നാൽ ഭൗതികമായ നേട്ടങ്ങളിലെ പല നേട്ടങ്ങളുമുണ്ട്. അത് ഓരോ കർമ്മത്തിനുമുണ്ട്. നാം നിർവഹിക്കുന്ന ദൈനംദിന നമസ്കാരം മുതൽ, നോമ്പ് മുതൽ, സകാത്ത് മുതൽ, ഹജ്ജ്, ഏത് കർമ്മമെടുത്താലും അതിന് ഭൗതികമായ ചില നേട്ടങ്ങൾ കൂടിയുണ്ട്. അത് അല്ലാഹുവിൻ്റെ ഒരു ഔദാര്യമാണ്. ആത്മീയമായി ഉയർച്ചയ്ക്ക് വേണ്ടി നാം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിലൂടെ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുന്ന ഭൗതികമായ ചില നേട്ടങ്ങൾ അത് നോമ്പിലുമുണ്ട്. അതിൻ്റെ ഒരു ഫലമാണ് സഹാനുഭൂതി എന്ന് പറയുന്നൊരു ഗുണം മനുഷ്യനിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, അപരനെ പരിഗണിക്കുക എന്നുള്ളത്, കൂടെയുള്ളവൻ്റെ പ്രശ്നങ്ങളിലും അവൻ്റെ പ്രയാസങ്ങളിലും ഇടപെടുക എന്നുള്ളത്. അത് നോമ്പ് നമുക്ക് നൽകുന്ന വലിയൊരു നേട്ടമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അത് വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്നു. മറ്റുള്ളവൻ്റെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഇടപെടാനുള്ള ധാരാളം മാർഗങ്ങൾ അത് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് ചെയ്താലും പുണ്യമാണ്. പ്രത്യേകിച്ച് റമദാനിലൊക്കെ അതിൻ്റെ പുണ്യത്തിനും അതിൻ്റെ നേട്ടത്തിനും കണക്കില്ല എന്നുള്ളത് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. റമദാൻ നിശ്ചയിക്കപ്പെട്ടതിൻ്റെ ഒരു ലക്ഷ്യം തന്നെ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും, റമദാനിൽ നിങ്ങൾ നോമ്പെടുക്കണമെന്ന് അല്ലാഹു തആല പറഞ്ഞെടുത്ത് എന്തുകൊണ്ടാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് ആയത്തിൻ്റെ ഹദീസുകളുടെ വിശദീകരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാം, ആ നോമ്പിൻ്റെ ചില ഭൗതികമായ ഭാഗങ്ങൾ കൂടി മനുഷ്യർ അറിയേണ്ടതുണ്ട്. നോമ്പിൻ്റെ ഏതാനും മണിക്കൂർ പട്ടിണിയിലൂടെ, ഭക്ഷണം ഒഴിവാക്കുന്നതിലൂടെ, പാനീയം ഒഴിവാക്കുന്നതിലൂടെ ലോകത്ത് 750 കോടിയിലധികം മനുഷ്യർ ജീവിക്കുന്ന ഈ ലോകത്ത് ലോകാരോഗ്യ സംഘടന നമ്മളോട് പറയുന്നു 150 കോടിയിലധികം മനുഷ്യർ കഠിനമായ പട്ടിണിയിലാണ് എന്നുള്ളതാണ്. കടുത്ത പട്ടിണിയിൽ എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരം പോലും ഒരു ദിവസം കഴിക്കാൻ വകയില്ലാത്ത മനുഷ്യന്മാർ 150 കോടി ഈ ലോകത്ത് ജീവിക്കുന്നു എന്നാണ്. ഈ വിശപ്പ് അനുഭവിക്കുന്നതിൻ്റെ വിശപ്പ് അറിയാൻ ഏതാനും മണിക്കൂർ, ഒരു നേരത്തെ ഭക്ഷണമൊക്കെ ഒന്ന് തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് ഒരു അവസ്ഥ അല്ലാഹു നോമ്പിലൂടെ നമുക്ക് നൽകിയത് ഈ പ്രശ്നങ്ങളുടെ ഒരു ചെറിയ ഭാഗമെങ്കിലും അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നോമ്പ് എല്ലാവർക്കും നിർബന്ധമായത്. തീരനിർവാഹമില്ലാത്ത രോഗികൾക്ക് ഇളവുണ്ട്, യാത്രക്കാരൻ ഇളവുണ്ട്, പക്ഷേ മറ്റു സമയത്ത് നോറ്റുവീട്ടണം. അതല്ലാത്ത പാവപ്പെട്ടവനാണെങ്കിലും പണക്കാരനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും രാജാവാണെങ്കിലും പ്രജയാണെങ്കിലും ഒക്കെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്ർ, ഈ മാസത്തിന് ആര് സാക്ഷിയാകുന്നുവോ അവൻ്റെ ബാധ്യതയാണതിൽ നോമ്പെടുക്കുക എന്നുള്ളത്. കാരണം ഇതെല്ലാവരും അറിയണം. ലോകത്ത് നടക്കുന്ന ഇത്തരം പ്രയാസങ്ങളുടെ അവസ്ഥ മനുഷ്യൻ മനസ്സിലാക്കണമെങ്കിലേ അവൻ്റെ മനസ്സിൽ സഹാനുഭൂതി ഉണ്ടാവുകയുള്ളൂ. ഒരു വിശക്കുന്ന വയറിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവൻ്റെ കാര്യത്തിൽ ഇടപെടാൻ, മരുന്ന് വാങ്ങാൻ കാശില്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരുത്തനെ പരിഗണിക്കാൻ നമുക്കുണ്ടാകുന്ന മനസ്സ്, അത് നോമ്പ് നമുക്ക് നൽകുന്നുണ്ട്. റമദാൻ അതിന് വലിയ സാക്ഷിയാണ്. ഈ റമദാൻ അത് നമുക്ക് നൽകുന്നൊരു പാഠമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ റമദാനിന് മുമ്പേ അതിനു വേണ്ടി ഒരുങ്ങാൻ നമുക്ക് സാധിക്കണം.
ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ലോകത്തുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരെ ചേർത്ത് പിടിക്കാൻ, അവരെ കൂടി നോമ്പിലേക്ക് കൊണ്ടുവരാൻ ഇഫ്താർ കിറ്റുകൾ പലപ്പോഴും നമ്മൾ ഒരുക്കാറുണ്ട്. പാവപ്പെട്ടവർക്ക് 1000 രൂപയുടെ 1500 രൂപയുടെ ഒക്കെ കിറ്റുകൾ പാവപ്പെട്ടവൻ്റെ കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഇതൊക്കെ നമ്മളായിട്ട് ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നോമ്പ് തുറപ്പിക്കാൻ പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മൻ ഫത്തറ സ്വാഇം, അല്ലെ, ഒരു പട്ടിണി കിടന്ന വയറ്റിലേക്ക് ചെല്ലുന്ന ആ ഒരു ഇറക്കു വെള്ളം, ഒരു ഈത്തപ്പഴം തുടങ്ങി ആ വയറ് നിറയുന്ന രൂപത്തിൽ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നതിന് നേട്ടം എത്രയാ സഹോദരങ്ങളെ. വെറുതെ അല്ലാഹു റസൂല് പറഞ്ഞത്, നോമ്പ് തുറപ്പിച്ചവന്, നോമ്പ് തുറന്നവന് കിട്ടിയ പ്രതിഫലം എന്തോ അതിൽ നിന്നൊന്നും ചുരുങ്ങാതെ നോമ്പ് തുറപ്പിച്ചവന് പുണ്യമുണ്ടെന്ന് പറഞ്ഞത് വലിയൊരു നേട്ടം അതിലുള്ളത് കൊണ്ടാണ്, ആ ഒരു ത്യാഗം അതിലുള്ളത് കൊണ്ടാണ്. നമുക്ക് വ്യക്തിപരമായിട്ടത് ചെയ്യാം. നോമ്പുകാരൻ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നോമ്പ് തുറപ്പിക്കാം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഹോട്ടലിലേക്ക് കൊണ്ടുപോകാം. ഇതൊക്കെ നമുക്ക് വ്യക്തിപരമായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. സാമൂഹ്യപരമായിട്ട് ചെയ്യാൻ കഴിയുന്ന പല മേഖലകളും നമ്മളിന്ന് കാണുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ. പള്ളിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന വലിയൊരു മഹത്വമാണത്. നമ്മുടെ പള്ളിയെ ആശ്രയിച്ച് കഴിയുന്ന കുറേ ആളുകൾ നമുക്ക് ചുറ്റും ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളണം. പലപ്പോഴും നമ്മൾ അറിയാതെ പോവുകയാണ്. അത്തരം ആളുകളെയൊക്കെ ചേർത്ത് പിടിക്കാനുള്ളൊരു അവസരമായി റമദാനിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അല്പം ത്യാഗം സഹിക്കണം. അവർ ത്യാഗത്തിൻ്റേത് കൂടിയാണ് റമദാൻ എന്ന് പറയുന്നത്. റമദാൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീടും നമ്മുടെ പള്ളിയും നമ്മുടെ ആരാധനാ കർമ്മങ്ങളും അതിനപ്പുറത്തേക്കൊരു ത്യാഗം കൂടി അതിലുണ്ട്. അതാണ് ഷഹറുൽ മുവാസാത്ത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഈ പറഞ്ഞ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിക്കോ. എന്തുകൊണ്ടാണ് പല യുദ്ധങ്ങളും റമദാനിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞു പോയ പല യുദ്ധങ്ങളും, ബദർ യുദ്ധം ഉൾപ്പെടെയുള്ള യുദ്ധങ്ങളൊക്കെ റമദാനിലാണ്. അതിന് ഡേറ്റ് അള്ളാഹു നിശ്ചയിച്ചതാണ്. എന്തുകൊണ്ട് അള്ളാഹുവിനത് മറ്റൊരു ദിവസത്തേക്ക്, മറ്റൊരു മാസത്തേക്ക് മാറ്റിവെച്ചുകൂടായിരുന്നു? ഈ പട്ടിണി കിടന്ന് പ്രയാസപ്പെട്ട്, പ്രത്യേകിച്ച് പ്രവാചകന്റെയും സ്വഹാബത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ആ റമദാനിൽ തന്നെ ആ യുദ്ധം നിശ്ചയിച്ചു കൊടുത്തതിൻ്റെ പിന്നിൽ ചില തത്വങ്ങളുണ്ട് പ്രിയമുള്ളവരെ. സമൂഹത്തിലേക്ക് ഇറങ്ങാൻ കൂടി നോമ്പ് ഉപകാരപ്പെടണമെന്നാണ് ആ പഠിപ്പിച്ചത്. പണ്ഡിതന്മാർ അത് വ്യക്തമാക്കി തരുന്നുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ, വ്യക്തിപരമായി നാം ചെയ്യുന്ന കർമ്മങ്ങൾക്കൊപ്പം സമൂഹത്തിൻ്റെ കാര്യങ്ങളിൽ കൂടി ഇടപെടാൻ അവസരമുണ്ടാക്കുകയാണ്. സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ വിശ്വാസ ഇടപെടണം. നോമ്പുകാരനായിക്കൊണ്ടതിന് ചെല്ലണം, ഇറങ്ങിച്ചെല്ലണം എന്ന് പഠിപ്പിക്കുകയാണ് യുദ്ധങ്ങളിലൂടെ. ആ ഒരു ത്യാഗ മനോഭാവം വിശ്വാസിയുടെ മനസ്സിലുണ്ടാവണമെന്നതാണ് ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പറഞ്ഞു വന്നത്, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് നോമ്പ് തുറക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന നമ്മുടെ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിറങ്ങിയപ്പോൾ പുറത്തുനിന്നിട്ട് ആളുകൾ പറയുന്നുണ്ട് നോമ്പ് തുറ വേണം. അത് അവിടെ ഒരു ആഗ്രഹമാണ്. നമ്മളെക്കൊണ്ട് എല്ലാവരും ശ്രമിച്ചാൽ നടക്കാവുന്ന കാര്യമേ ഉള്ളൂ അത്. അതിനുവേണ്ടി പൈസ ഇറക്കാനും അതിനുവേണ്ടി വിഭവങ്ങൾ ഒരുക്കാനും ആ ആളുകളെ സ്വീകരിച്ചിരുത്തി അവർക്ക് നോമ്പ് തുറ ഒരുക്കി അവരൊക്കെ അൽഹംദുലില്ലാ പറഞ്ഞ് ഒരു ദഹബൽ ലമഉ പറഞ്ഞ് പോകുമ്പോൾ കിട്ടുന്നൊരു പുണ്യം, ആ മഹാപുണ്യത്തിൽ ഭാഗവാക്കാകാൻ നമുക്കും നമ്മുടെ മുമ്പിൽ അവസരമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്നതാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതൊക്കെ കൂടിയുള്ളതാണ് റമദാൻ എന്ന് പറയുന്നത്. റമദാൻ ഒരു പാക്കേജാണ്. അതിൽ കേവലം ചില ഏതെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോവുക എന്നുള്ളതല്ല. വ്യക്തിപരമായിട്ട്, കുടുംബപരമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളെ, കുടുംബത്തെ എല്ലാം ചേർത്ത് നിർത്തി സമൂഹത്തെ കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ വലിയൊരു ലോകമാണ് റമദാൻ എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ആ രൂപത്തിൽ തന്നെ വരുന്നുണ്ട് എന്നുറപ്പിക്കാൻ എല്ലാ രംഗത്തും നമുക്ക് സാധിച്ചാൽ ഈ റമദാൻ നമുക്ക് ഉപകാരപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ രൂപത്തിൽ നമ്മുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഒരു ആലോചന നമുക്ക് ആവശ്യമാണ്, ഒരു പുനരാലോചന. റമദാനിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ മാനസികമായി, ശാരീരികമായി ഒരുങ്ങി യാദൃച്ഛികമായി വന്നങ്ങോട്ട് പെടലല്ല. അല്ല, പെട്ടെന്നൊരു അതിഥി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പരിഭ്രമിച്ചു പോവാണ് ആളുകൾ. കാരണം വീടിൻ്റെ ഉള്ളിൽ പലതും അലങ്കോലമാണ്. അവർക്കൊന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ നമുക്കൊരു പ്രയാസമുണ്ട് അവരിതിലേക്ക് കൊണ്ടുപോകാൻ. കാരണം നമ്മൾ മുൻകൂട്ടി ഒരുങ്ങിയിട്ടില്ല, പെട്ടെന്ന് വന്ന് പെട്ടതാണ്. ആ ഒരവസ്ഥയിലേക്കല്ല റമദാനെ നമ്മൾ കൊണ്ടുവരേണ്ടത്. അതിനെ കാത്തിരുന്ന് ഒരുങ്ങി മനസ്സും ശരീരവും തയ്യാറാക്കി വെച്ച് റമദാന് 2 കൈകളും നീട്ടി സ്വീകരിച്ച്
അതിനെ ആരാധനകൾ കൊണ്ട് ധന്യമാക്കാൻ കഴിഞ്ഞാൽ അതാണ് ഉപകാരമുള്ള റമദാൻ. ആ റമദാനാണ് പരലോകത്ത് നമുക്ക് സാക്ഷിയായിട്ട് വരിക. അതിനെ അവഗണിക്കുന്ന ഒന്നും, അതിനെ അലങ്കോലപ്പെടുത്തുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയൊക്കെ ഒരു നിയന്ത്രണം നമ്മൾ റമദാന് മുമ്പേ ഒന്ന് തുടങ്ങി വയ്ക്കുക. പരിശുദ്ധ ഖുർആനൊക്കെ ആയിട്ടൊന്ന് കൂടുതൽ എടുക്കാനുള്ള ഒരുക്കങ്ങൾ റമദാന് മുമ്പേ തുടങ്ങി വയ്ക്കുക. ഖുർആനിൻ്റെ പാരായണവും പഠനവും അതിൻ്റെ മനപ്പാടവും ഇതിനൊക്കെ പറ്റിയൊരു സമയമാണ് റമദാൻ എന്ന് പറയുന്നത്. അതിനൊക്കെ ഒരു മുന്നൊരുക്കം നമുക്ക് ആവശ്യമാണ്. ചില തീരുമാനങ്ങൾ, നിയ്യത്തുകൾ ആത്മാർത്ഥമായ റബ്ബിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അതിനൊക്കെ നമ്മുടെ മനസ്സിനൊക്കെ ഒന്ന് പാകപ്പെടുത്തിയിട്ട് റമദാനിലേക്ക് കടക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് രംഗത്തെയും ക്രമപ്പെടുത്താൻ, നമ്മുടെ ചിട്ടകളെ, ശീലങ്ങളെ മാറ്റിമറിക്കാൻ അള്ളാഹു നമ്മളെ ഉടച്ചു വാർക്കാൻ തന്നൊരു സംവിധാനമാണ് റമദാൻ എന്ന് പറഞ്ഞത്. നമുക്ക് തന്നെ പിടിക്കാത്ത പലതും നമ്മളിലുണ്ട്. പല ആളുകളത് പറയാറുണ്ട്, എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കണില്ല എന്ന് പറയുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവന്ന് നമുക്ക് നമ്മളായി മാറാൻ അള്ളാഹു നമുക്ക് നൽകിയ ഹൃദയം ഒരു കലർപ്പുമില്ലാത്ത ആ ശുദ്ധമായ ഹൃദയവുമായിട്ട് റബ്ബിന് മുമ്പിലേക്ക് തിരിച്ചു ചെല്ലാനുള്ള അവസരമാണിത് എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തെയും പ്രവർത്തനങ്ങളെയും സ്വഭാവത്തെയും നമ്മളെന്ന വ്യക്തിത്വത്തെ ക്രമീകരിച്ചുകൊണ്ട് പരിശുദ്ധ റമദാനിൻ്റെ രാപ്പകലുകളെ ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുന്നവരിൽ നാം ഓരോരുത്തരും ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിനെ കൃത്യമായി സ്വീകരിച്ച് അതിനെ ആരാധനകൾ കൊണ്ട് ധന്യമാക്കി പരലോകത്ത് ആ റമദാൻ അനുകൂല സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അജ്ഞാനവർത്തികളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെടുന്നൊരു ഹദീസ്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാനിൽ വിശ്വാസത്തോടെ പ്രതിഫലേച്ഛയോടെ നോമ്പെടുത്താൽ അതിലൂടെ അവൻ്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും. രണ്ട് കാര്യങ്ങളാണ് ആ ഹദീസിൽ സൂചിപ്പിച്ചത്. നോമ്പെടുക്കുന്നതിൻ്റെ പല നിയമങ്ങളും നമുക്കറിയാം. നോമ്പിനോടനുബന്ധമായി സ്വീകരിക്കേണ്ട പല മുറകളും. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത് രണ്ട് കാര്യങ്ങൾ, നോമ്പെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നത് വിശ്വാസത്തോടു കൂടിയാവണം, ഈമാനൻ. രണ്ട്, ഇഹ്തിസാബ്, റബ്ബിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കണം. പലപ്പോഴും റമദാൻ കടന്നു വരുമ്പോൾ ആളുകളുടെ മനസ്സിൽ വ്യത്യസ്ത നിലപാടുകളുണ്ട്. കുറേയേറെ ആളുകൾ വളരെ താല്പര്യത്തോടെ റമദാൻ കടന്നു വരുമ്പോൾ അതിൽ നിർവഹിക്കേണ്ട ആരാധനകളെക്കുറിച്ചൊക്കെ ബോധവാന്മാരായി അത് തരുന്ന സന്തോഷത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അങ്ങനെ റമദാനെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. മറ്റൊന്ന്, വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ആളുകളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ മോശക്കാരനാകുമല്ലോ എന്നുള്ള ധാരണയാണുള്ളത്. പലപ്പോഴും ആ രൂപത്തിൽ റമദാനെ സമീപിക്കുന്നവരുമുണ്ട്. മറ്റൊന്ന്, റമദാനാണെങ്കിലും റമദാൻ അല്ലാത്തപ്പോഴാണെങ്കിലും പ്രത്യേകിച്ച് നിലപാടുകളിലൊന്നും ഒരു മാറ്റവുമില്ലാതെ ഈ റമദാൻ കഴിഞ്ഞു പോകുന്ന ആളുകളിലും മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ഇതിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയ ഈ ഒരു സുവർണാവസരത്തെ മനസ്സറിഞ്ഞ് ആ ഒരു താല്പര്യത്തോടെ, സന്തോഷത്തോടെ, തൃപ്തിയോടെ, അവിടെയാണ് ഇഹ്തിസാബ് കടന്നു വരുന്നത്. പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം റമദാനിലെ പ്രവർത്തനങ്ങൾ. നോമ്പിൻ്റെ കാര്യമാണ് ഈ ഹദീസിൽ സൂചിപ്പിച്ചത്. അതിലെ നമസ്കാരത്തെക്കുറിച്ച് മറ്റ് ഹദീസുകൾ വന്നിട്ടുണ്ട്.
അപ്പം അതിൽ നിർവഹിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ റബ്ബിൻ്റെ തൃപ്തി ആഗ്രഹിച്ചു കൊണ്ടായിരിക്കുക എന്നുള്ളത് അത് നിർബന്ധമാണ്. ഏതൊരു പ്രവർത്തനവും സ്വീകരിക്കപ്പെടാൻ അതിൻ്റെ അടിസ്ഥാനപരമായി ഉള്ള മാനദണ്ഡമാണ് റബ്ബിൻ്റെ തൃപ്തിയായിരിക്കണം ലക്ഷ്യമെന്നുള്ളത്. അത്തരം പ്രവർത്തനങ്ങളൊക്കെ അംഗീകാരമുള്ളൂ, റബ്ബിൻ്റെ അടുത്തത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതല്ലാത്തത് കേവലം പട്ടിണിയും ഉറക്കം നഷ്ടപ്പെടുത്തലും സാമ്പത്തികമായ നഷ്ടമുണ്ടാക്കലൊക്കെയാണ്. അതിനൊന്നും പരലോകത്ത് പ്രതിഫലം ആഗ്രഹിക്കേണ്ടതില്ല എന്നാണ് ഇതിൻ്റെ മറുവശം. അപ്പോൾ പ്രതിഫലേച്ഛയോടുകൂടി റബ്ബിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് വിശ്വാസത്തോടുകൂടി റമദാനിലേക്ക് കടന്നു ചെല്ലുക, ആ ഒരു ആഹ്വാനമാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ളത്. അതിന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അള്ളാഹു അത്തരം വിശ്വാസികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പല ആളുകളും ഇന്നലെ നമ്മളൊരു വാർത്ത കേട്ടു. ഇന്നലെ അപകടത്തിൽപ്പെട്ട് തൃക്കാക്കര തന്നെയുള്ള ഒരു 19 വയസ്സുകാരൻ്റെ ഒരു മരണവാർത്തയാണ് ഇന്ന് നമ്മൾ രാവിലെ കേട്ടത്. അള്ളാഹു അദ്ദേഹത്തിന് പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരലോകത്ത് അദ്ദേഹത്തെയും നമ്മളെയും ഒക്കെ സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരാൾ പരിശോധനകൾക്കിടയിൽ വ്യത്യസ്ത അപ്പോൾ ആ രൂപത്തിൽ പരിശോധനയുടെ വ്യത്യസ്ത സ്റ്റേജുകൾക്കിടയിൽ നമ്മളൊക്കെ പറയും 4th സ്റ്റേജ് 3rd സ്റ്റേജൊക്കെയാണെന്ന്. അങ്ങനെയൊക്കെ കടന്നു പോകുന്ന പല മനുഷ്യന്മാരും നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ട്. ഇതൊന്നും നമ്മളിലേക്ക് എത്താനും വലിയ താമസമൊന്നുമില്ല. ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ഒരു കുറിപ്പടി, അതിലൊക്കെയാണ് പലപ്പോഴും ഇതൊക്കെ നിൽക്കുന്നത്. അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ. അല്ലാഹു തആല പരിപൂർണമായ ശിഫ അവർക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പല മാരകമായ പ്രയാസങ്ങളിൽ നിന്ന് നമ്മെയും കുടുംബത്തെയും എല്ലാം അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റബ്ബാവിൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. വരുന്ന റമദാനിനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച് അതിനെ കർമ്മങ്ങൾ കൊണ്ട് ധന്യമാകാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ നമ്മയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وآله وصحبه أجمعين. الحمد لله رب العالمين.